ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന 3 വെറൈറ്റി സമ്മർ ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഡ്രിങ്ക്സ് എല്ലാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തണ്ണിമത്തനാണ്. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് തണ്ണിമത്തൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിനുള്ള തണ്ണിമത്തനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതായത് അധികം നന്നായിട്ട് വിളഞ്ഞിട്ടുള്ള തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല കട്ടിയായിട്ടുള്ള കുരുവായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് കറുത്ത കുരു ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മളിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ വന്നിട്ട് ഇളം തണ്ണിമത്തനായതിൻ്റെ പേരിൽ അധികം നല്ല കട്ടിയുള്ള കുരുവൊന്നും അല്ല അതിലുള്ളത്. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ അങ്ങനെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. നമ്മുടെ ഈ ജ്യൂസ് എല്ലാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തണ്ണിമത്തനൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ തണ്ണിമത്തനെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് അളവിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നല്ലതുപോലെ നല്ല തിന്നായിട്ട് ഞാനിപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ നമുക്ക് കാണുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് അത്യാവശ്യം ചെറിയൊരു പീസ് അളവിൽ മാത്രമേ ഇഞ്ചി ഉള്ളൂ. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് പുതിനയിലയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പുതിനയില ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും നമ്മുടെ ജ്യൂസിന്. അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് നാരങ്ങ നീരും കൂടി. അതായത് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. എങ്കിൽ മാത്രമേ ചെറിയൊരു പുളിപ്പ് നമ്മുടെ ഈ ജ്യൂസിന് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 2 ചെറിയ ഏലക്കായും കൂടി. അത്യാവശ്യം വലിയ ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഏലക്ക ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഏലക്ക ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ, വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു ഏലക്കയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല മധുരം കുറച്ച് മതിയെങ്കിൽ ഈ വേറെ പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തണ്ണിമത്തൻ ഇങ്ങനെ തന്നെ ജ്യൂസ് ആക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് മധുരം ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ജ്യൂസ് എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കളറിലാണ് നമുക്കിതിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ജ്യൂസ് വന്നിട്ട് നമ്മൾ 2 രീതിയിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ജ്യൂസ് തയ്യാറാക്കി എടുത്താൽ 2 വെറൈറ്റി ജ്യൂസായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് മുന്നേ നമുക്ക് അടുത്ത ജ്യൂസും കൂടി ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം 3 കൂടി നമുക്ക് ഒരുമിച്ച് സെർവ് ചെയ്യാം. നമ്മുടെ അടുത്ത ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തണ്ണിമത്തൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മാക്സിമം കുട്ടി കുട്ടി പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിലുള്ള കുരു കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റണം. മാക്സിമം കഴിവതും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലുള്ള കുരു മാറ്റിയാൽ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ കടിച്ച് കഴിക്കുന്ന ഒരു ജ്യൂസ് ആയതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരല്പം സബ്ജ സീഡും കൂടി, അതായത് കസ്കസ് എന്നും പറയും. അത് നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം.
ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പാലും കൂടിയാണ്. അപ്പോൾ പാൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പാലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. അതല്ല കവർ പാലാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തണുത്ത കവർ പാലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരുപാട് അളവിൽ ചേർക്കണ്ട, ചെറിയൊരളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം ഇത് നല്ല കട്ടിയായിട്ടുള്ള ജ്യൂസായിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വന്നിട്ട് അത്യാവശ്യം നല്ലതുപോലെ തണുപ്പുണ്ട്, അതായത് നമ്മുടെ തണ്ണിമത്തനും പാലും ഒക്കെ നല്ല തണുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സിറപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ റോസ് സിറപ്പോ അല്ലാന്നുണ്ടെങ്കിൽ പിസ്ത സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. പക്ഷേ നമ്മുടെ വീട്ടിൽ എപ്പോഴും അതൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ നല്ലതുപോലെ നമ്മുടെ ഈ ജ്യൂസും തയ്യാറായിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജ്യൂസ് എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നിൽ കുറച്ചും അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്ലാസ്സിൽ കുറച്ച് കൂടുതലായിട്ടാണ് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഒന്ന് സെർവ് ചെയ്യാം. ഇതിന് മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പുതിനയിലയും കൂടി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു എരിവ് അതുപോലെ തന്നെ ചെറിയൊരു പച്ചമുളകിൻ്റെ ഫ്ലേവറും കിട്ടും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടി, ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ജ്യൂസും കൂടി അതിലേക്ക് ചേർക്കാം. ഒരു പകുതി അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇതിന് മുകളിലേക്ക് പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല പ്ലെയിൻ സോഡയാണ്. സോഡ അല്ലാന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് 7 സ്പ്രൈറ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടല്ലോ, അതുപോലെ അങ്ങനെയുള്ള കൂൾ ഡ്രിങ്ക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ പ്ലെയിൻ സോഡയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ഇതിലിപ്പോൾ ഈ സമയത്ത് കുറവായിരിക്കും, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടി നമുക്ക് ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഗ്ലാസ്സിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന രണ്ടാമത്തെ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ ഗ്ലാസ് എല്ലാം ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഒരു ചെറിയൊരു ബോൾ ഐസ്ക്രീം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 3 ജ്യൂസ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്, ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസൺ കൂടിയാണ്, അപ്പോൾ ഉറപ്പായിട്ടും വീട്ടിൽ വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.